ഞാൻ കുറെ ഉഡായിപ്പ് കോഴ്സ് ചേർന്ന് നമ്മൾ ഓക്കെ അത്രയും പഠിക്കേണ്ട ആവശ്യങ്ങൾ വരുന്നില്ല. ആക്ച്വലി നമുക്ക് വേണ്ടത് ജെന്യൂൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പഠിക്കുക, അത് ഫോളോ ചെയ്യുക. അതിപ്പോ ഇതിൽ കൂടെ നമുക്ക് കിട്ടി, ധൈര്യമായിട്ട് തീർച്ചയായും കിട്ടിയിട്ടുണ്ട്. ഉള്ളത് പറയാമേ, നമുക്കിപ്പോ 100% നമുക്ക് പറയാൻ ഒരിക്കലും നമ്മൾ പറഞ്ഞാൽ അത് കൂടുതലായി പോകും. ഓക്കെ 99% ജെന്യൂൻ ആണ്. ഞാൻ ട്രൈ ചെയ്ത് നോക്കി, എനിക്ക് ആരുടെ പ്രോഫിറ്റ് ആണ്, ഞാൻ ചെയ്ത് പ്രോഫിറ്റ് ആണ്, ലൈവ് അക്കൗണ്ടിൽ ചെയ്ത് നോക്കി പ്രോഫിറ്റ് ആണ്, 100% ഓക്കെ ആണ്. ഏത് സമയം ഇപ്പോൾ റിപ്ലൈ നമുക്ക് കിട്ടുന്നുണ്ട്. അതാണ് നമുക്ക് വേണ്ടത്. ഇപ്പൊ 10,000 നമ്മൾ ഇതിന്റെ അകത്ത് $10,000 നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ ഈ മുടക്കിയ പൈസ വിത്തിൻ 1 അവർ നമുക്ക് റിട്ടേൺ കിട്ടും. എന്തൊക്കെ വിശേഷം? സുഖമായിട്ട് ഇങ്ങനെ പോകുന്നു. ഓക്കെ ഓക്കെ. ഇപ്പം കോഴ്സ് ഒക്കെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും അല്ലേ? ഒരു കുഴപ്പമില്ല. ഓക്കെ. ബിഗിന്നർ ആയിട്ടാണോ അല്ലെ ഇന്റർമീഡിയറ്റ് ആയിട്ടാണോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് കോഴ്സ്? ഞാൻ പറഞ്ഞില്ലേ മുമ്പ് ഞാൻ യൂട്യൂബിലെ കണ്ടൊക്കെ ചെയ്തായിരുന്നു. ഇന്റർമീഡിയറ്റ് ഓക്കെ ആണ്, കുഴപ്പമില്ല. ഞാൻ ഇടയ്ക്ക് 2 ട്രേഡൊക്കെ എടുത്ത് ഞാൻ അയച്ചു തന്നായിരുന്നു. ഓക്കെ എനിക്ക് പഴയ ഒരു എക്സ്എൻഎസിൽ ഒരു അക്കൗണ്ട് ഉണ്ടായിരുന്നു, പഴയ $100 ഉണ്ടായിരുന്നു. ഓക്കെ അതിൽ 2 ട്രേഡൊക്കെ എടുത്ത്. പക്ഷെ ഞാൻ TP വെയിറ്റ് ചെയ്തില്ല, കുറച്ച് എമൗണ്ട് കിട്ടിയ കട്ട് ചെയ്ത്. പിന്നെ ഞാൻ ഡെമോയില് TP ഫോളോ അപ്പ് ചെയ്ത്. ഓക്കെ ഓക്കെ. പിന്നെ എങ്ങനെ ഉണ്ടായിരുന്നു? പിന്നെ നമുക്കൊരു പ്രൊഫഷണലി ഒരു കോഴ്സ് ആയിട്ട് ഫസ്റ്റ് ടൈം അല്ലായിരുന്നു ചേട്ടൻ? ഫസ്റ്റ് ടൈം ആയിരുന്നു. ഞാൻ ഉള്ളത് ഓപ്പൺ ആയിട്ട് പറയാം, ഞാൻ കുറെ ഉഡായിപ്പ് കോഴ്സ് ചേർന്ന് നമ്മൾ ഓക്കെ അത്രയും പഠിക്കേണ്ട ആവശ്യങ്ങൾ വരുന്നില്ല. ആക്ച്വലി നമുക്ക് വേണ്ടത് ജെന്യൂൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പഠിക്കുക, അത് ഫോളോ അപ്പ് ചെയ്യുക. അതിപ്പോ ഇതിൽ കൂടെ നമുക്ക് കിട്ടി, ധൈര്യമായിട്ട് തീർച്ചയായും കിട്ടിയിട്ടുണ്ട്. തീർച്ചയായും. കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ വേണ്ട റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ, നമ്മളൊരു ഗ്രൂപ്പ് തയ്യാറാക്കി കഴിഞ്ഞാൽ നമ്മൾ സ്റ്റുഡൻസ് എല്ലാം കൂടെ അതിനകത്ത് നമുക്കൊന്നും എക്സ്പീരിയൻസ് ആവുന്നത്. അതില് നിങ്ങൾ അറിയാത്ത ഒരു വലിയ അപകടം. കാരണം ഇതാണ്. നമ്മള് കോഴ്സ് വിറ്റിട്ട് വന്നവരല്ല, നമ്മൾ പഠിച്ച് ട്രേഡ് ചെയ്തിട്ട് ട്രേഡ് കഴിഞ്ഞ് നമ്മള് ഫ്ലുവന്റ് ആയതിനു ശേഷം അത് പഠിപ്പിക്കാൻ തുടങ്ങിയ ആൾക്കാരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് കോഴ്സുകൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ പല കോഴ്സുകളിലും നമ്മൾ ഈ കമ്മ്യൂണിറ്റി ട്രേഡിംഗ് എന്ന് പറയും, ചേട്ടൻ പറഞ്ഞ ഈ ഒരു ഇതിനെ ഗ്രൂപ്പിനെ. അപ്പോ അതുണ്ടാകുമ്പോൾ എന്താ പ്രോബ്ലം വരുന്നതെന്ന് വെച്ചാല്, ആ കൂട്ടത്തില് ഇന്റർമീഡിയറ്റ്സ് ഉണ്ടാവും, ബിഗിന്നേഴ്സ് ഉണ്ടാവും, ചുമ്മാ വെറുതെ തട്ടിവിടുന്ന ആൾക്കാരുണ്ടാവും, ഒരുപാട് സിഗ്നൽ ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. എല്ലാരും കൂടിയിട്ടുള്ള ഒരു ഗ്രൂപ്പായിരിക്കും അത്. ഓക്കെ. അപ്പൊ അതില് ചിലപ്പോ നല്ലൊരു എൻട്രിയോ കാര്യങ്ങളോ വരുന്ന സമയത്ത് നമുക്ക് പല വിധത്തിലുള്ള അഭിപ്രായങ്ങൾ അതിൽ വരും. സത്യം പറഞ്ഞു കഴിഞ്ഞാല് കൺഫ്യൂസ്ഡ് ആവും നമ്മള്. നമ്മളെപ്പോഴും ശ്രമിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഡിവിജ്വൽ ട്രേഡർ ആകാൻ ശ്രമിക്കുക. എന്ന് വെച്ചാൽ നമുക്ക് ആരും വേണ്ട, ആരും ഉണ്ടാവില്ല നമുക്ക് വേണ്ടി. നമ്മൾ കഷ്ടപ്പെടുന്ന സമയത്ത് ഒറ്റ ഒരുത്തരും ഉണ്ടാവില്ല, സത്യമാണ്. അപ്പോ ആ സമയത്ത് നമ്മൾ പറയുന്നത്, ഒരു ഫോണും ഒരു നെറ്റും കയ്യിലുണ്ടെങ്കിൽ എവിടെ ഇരുന്നാലും ട്രേഡ് ചെയ്യാൻ വേണ്ടി പറ്റണം. ഈ കമ്മ്യൂണിറ്റി ട്രേഡിംഗിൽ ഈ ഭാഗമായി കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ആ കമ്മ്യൂണിറ്റി സ്റ്റോപ്പ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഡെസ്പ് ആവും, പഠിച്ച കാര്യങ്ങൾ വേസ്റ്റ് ആവും. നമ്മൾ അതിനെ ഡിപ്പെൻഡ് ചെയ്യും. നമ്മൾ അതിൽ വരുന്ന അഭിപ്രായം അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ട്രേഡ് എടുക്കാൻ വേണ്ടി പറ്റൂ. ഡിസ്കസ് ചെയ്തില്ലേ നമ്മുടെ കൈവറ വരും. നമ്മൾ ഇവിടെ പറയുന്നത് എന്താ, നിങ്ങൾക്ക് സംശയം ഉണ്ടോ, നിങ്ങൾ ചാർട്ടിൽ മാർക്ക് ചെയ്യും, നമ്മളോട് ചോദിക്കേ, നമ്മൾ ക്ലിയർ ചെയ്ത് തരാം. നിങ്ങൾ പഠിച്ചു വരുന്ന ആൾക്കാരുടെ അടുത്തല്ല, മാസ്റ്റേഴ്സിന്റെ അടുത്ത് ചോദിക്കേ. നിങ്ങൾ എന്താ പറയാ, ഫാക്ട് വിസിറ്റിലെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു തരാം കൃത്യമായിട്ട്. അതല്ലാതെ നമുക്ക് പഠിച്ചു വരുന്ന ആൾക്കാരെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഒബ്വിയസ്ലി അവിടെ കൺഫ്യൂഷൻസ് ഇഷ്ടം പോലെ ഉണ്ടാവും. ആ രീതിയിൽ വരും. ഇത് ആദ്യം നമുക്ക് അറിയുന്നതുകൊണ്ടാണ് ആ ഒരു രീതിയിൽ ഒന്നും തന്നെ നമ്മൾ ചെയ്യാത്തത്. ഇപ്പം നമുക്ക് കോഴ്സ്, ഇപ്പം ഒരുപാട് ആൾക്കാർ കോഴ്സ് ചെയ്യണം എന്ന് നമുക്കുണ്ട്, നമുക്ക് ഒരുപാട് ആൾക്ക് കോഴ്സ് വിൽക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ രീതിയിൽ കമ്മ്യൂണിറ്റി ട്രേഡിംഗ് ആക്കി കൊടുത്ത് നമുക്കൊരു കുഴപ്പമില്ല. നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടിയ പോലും ഇല്ല പോലും അതൊന്നും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ബാധിക്കുന്നത്. പക്ഷേ അങ്ങനെ സർവീസ് കൊടുത്തതിനെ കൊണ്ട് കാര്യമില്ല. നമ്മളെ വിശ്വസിച്ചിട്ട് ഒരാളൊരു പൈസയും സമയവും ചെലവഴിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അതിനെ കൊണ്ട് ഒരു ബെറ്റർ വേണം, നമുക്കൊരു നല്ലൊരു വാക്ക് വേണം. കാരണം നമ്മളെ എന്താ പറയാ, ഇത്ര തന്നെ പൈസ ഉണ്ടായി കഴിഞ്ഞാൽ അതും കൊണ്ടൊന്നും പോകാൻ വേണ്ടി പോകുന്നില്ല. അപ്പൊ നമ്മൾ കുറച്ച് ആൾക്കാർക്ക് നല്ല കാര്യം ചെയ്തു കൊടുത്ത് അതിലൂടെ അവർക്കും നല്ലത് കിട്ടുന്ന സമയത്ത് നമുക്കും അതിന്റെ ഒരു പാർട്ട് കിട്ടുന്ന വിശ്വസിക്കുന്ന ഒരാളാണ് പേഴ്സണലി ഞാനായാലും എന്റെ ടീംമേറ്റ്സ് ആയാലും. അതുകൊണ്ട് തന്നെ അബീയുടെ അടുത്തായാലും ഫാസിന്റെ അടുത്തായാലും എന്ത് സംശയം നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാലും അവർ കൃത്യമായിട്ട് പറഞ്ഞുതരും. ഇപ്പൊ നമുക്ക് 100% കാര്യങ്ങൾ അറിയാമെന്ന് ചോദിച്ചാൽ സത്യം പറയാൻ നമുക്ക് 100% അറിയാം. ഇപ്പോഴും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക ചെയ്യുന്നത്. ഇനി അറിയാത്ത കാര്യങ്ങളാണ് എങ്കിൽ നമ്മൾ റെഫർ ചെയ്തിട്ടെങ്കിലും പറഞ്ഞുതരും. അതിനൊന്നും ഒരു മടിയില്ല, ചോദിക്കാനും നിങ്ങൾക്ക് മടി വേണ്ട. അങ്ങനത്തെ തീർച്ചയായും അടുത്തൊന്നും അപ്ഡേഷന്റെ ആവശ്യമൊന്നും വരില്ല. കാരണം ഇത് നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ച സ്ട്രാറ്റജിയാണ്, നമ്മുടെ ചോറാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് പിന്നെ ഔട്ട്ഡേറ്റഡ് ആയി പോകുന്ന കാര്യങ്ങളൊന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അത് നിങ്ങൾക്ക് തന്നെ അറിയാമായിരിക്കുമല്ലോ. പിന്നെ വേറെ എങ്ങനെയുണ്ടായിരുന്നു കോഴ്സ് ഓവറോൾ, ട്രൂസെൻസിന്റെ കോഴ്സ്? ഉള്ളത് പറയാമേ, 100% പറയാൻ ഒരിക്കലും നമ്മൾ പറഞ്ഞാൽ അത് കൂടുതലായി പോകും. 99% ജെന്യൂൻ ആണ്. ഞാൻ ട്രൈ ചെയ്ത് നോക്കി, എനിക്ക് ആൾറെഡി പ്രോഫിറ്റ് ആണ്, ഞാൻ ചെയ്ത് പ്രോഫിറ്റ് ആണ്, ലൈവ് അക്കൗണ്ടിൽ ചെയ്ത് നോക്കി പ്രോഫിറ്റ് ആണ്. പിന്നെ കുറച്ച് കാര്യങ്ങൾ അത് നമ്മൾ എക്സ്പീരിയൻസ് ആകുമ്പോൾ നമുക്ക് റെഡിയായി വരും.
തീർച്ചയായും. മെയിൻ ആയിട്ട് വേണ്ട എക്സ്പീരിയൻസ് ആണ്. ഇപ്പൊ എന്നെക്കാട്ടി ബെറ്റർ ആയിട്ട് ചിലപ്പോൾ ഞാൻ ഒരു ജോലി ചെയ്യുന്ന വ്യക്തിയാണ്, നമുക്ക് അത്രത്തോളം നമുക്കൊരു ഫോളോ ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് നൈറ്റ് ഒക്കെ ഇരുന്നാണെങ്കിൽ ഫോളോ ചെയ്യുന്നത്. ഇന്നലെ തന്നെ ഞാൻ അതിന്റെ $125 ഇന്നലെ ഞാൻ പ്രോഫിറ്റ് എടുത്തു. $125 പ്രോഫിറ്റ് എടുത്തു. ഞാൻ അതേ സ്ക്രീൻഷോട്ട് ഞാൻ അന്നേരം ഗ്രൂപ്പിൽ അഭിസാൻ ഇട്ട് കൊടുത്തായിരുന്നു. മനസ്സിലായില്ലേ? ഞാനത് ഫുള്ള് ടാർഗറ്റ് വെയിറ്റ് ചെയ്തില്ല. ഞാനൊരു 3-4 പോയിന്റ് വരെയൊക്കെ വെയിറ്റ് ചെയ്തിട്ട് ടാർഗറ്റ് പിന്നെ മാർക്കറ്റ് തിരിച്ച് കയറിപ്പോയി. എന്നാലും കുഴപ്പമില്ല. 4 പോയിന്റ് ആയപ്പോൾ തന്നെ എനിക്ക് $20-25 ആയി. അങ്ങനെ $2 എടുത്ത് ഞാൻ ചെയ്തു, കുഴപ്പമില്ലാതെ നിൽക്കുന്നു. ഒന്നും കൂടെ നല്ല എക്സ്പീരിയൻസ് ആവണം. ഞാൻ ബാക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള നോക്കുന്നുണ്ട്. അപ്പൊ അത് ബാക്ക് ടെസ്റ്റ് നല്ലത് ചെയ്ത് നോക്കണം, എന്നാലേ നമുക്ക് കറക്റ്റ് ഫിഗർ കിട്ടത്തുള്ളൂ. പിന്നെ ഈ ഒക്ടാഫസ് നമുക്ക് എത്രത്തോളം നമുക്ക് ജെന്യൂൻ ആണ് സാർ? നമുക്കൊരു പേഴ്സണലി ഞാനിപ്പോ എന്തായാലും മോർ ദാൻ 6 years ആയി ഒക്ടാഫിക്സ് തന്നെ യൂസ് ചെയ്യുന്നത്. പക്ഷെ എനിക്ക് പേഴ്സണലി ഒരു ട്രസ്റ്റ് ഉണ്ട് ഒക്ടാഫിക്സ്. അപ്പോ അത്യാവശ്യം ഫാസ്റ്റ് വിഡ്രോവലൊക്കെയാണ്. വിഡ്രോവലൊക്കെ ഇപ്പം ഞാൻ ഫ്രീക്വന്റ് ആയിട്ട് എന്റെ അക്കൗണ്ടിൽ തന്നെ എടുക്കുന്നതിനെ കൊണ്ട് വിത്തിൻ 5 minutes ഒക്കെ വിഡ്രോവൽ കിട്ടാറുണ്ട്. ഏതായിരുന്നു? എക്സ്എൻഎസിനെക്കാട്ടിയും കുറച്ചും കൂടി നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒക്ടാഫിക്സ് ആണ് എന്റെ അനുഭവത്തില്. എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയോ ചോദിച്ചില്ല, എന്നാലും ഞാൻ എന്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയുന്നതാണ്. കുറച്ചും കൂടി എടുത്തിട്ടുണ്ട് ഞാൻ ആൾറെഡി അത് ഡെമോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇച്ചിരി കൂടി സേഫ് ഒക്ടയാണ്. ഓക്കെ. നമുക്ക് എന്തായാലും ബാക്കിയുള്ള സപ്പോർട്ടും കാര്യങ്ങളൊക്കെ അവരുടെ ഭാഗത്തുണ്ട്. ഇച്ചിരി കൂടി സേഫ് ആണെന്ന് എനിക്ക് തോന്നുന്നു. സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ അപ്പൊ അവര് കുറച്ചും കൂടി അഡ്വാൻസ് ആക്കുന്നുണ്ട്. മലയാളത്തിലൊക്കെ ഇപ്പൊ അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളെ IBയുടെ അണ്ടറിൽ തന്നെ ഓൾമോസ്റ്റ് കേരളത്തിൽ തന്നെ ഫസ്റ്റ് ഓർ സെക്കൻഡ് പൊസിഷനിലാണ് നമ്മൾ നിൽക്കുന്നത്. സോ ഒരുപാട് അക്കൗണ്ട്സ് ഉണ്ട്. അപ്പൊ അവരും നമുക്ക് അതിനനുസരിച്ച് കാര്യങ്ങൾ സപ്പോർട്ട് തരുന്നുണ്ട്. പിന്നെ വെച്ചാല് നല്ല സപ്പോർട്ടാണ്, അതാണ് നമുക്ക് മെയിൻ വേണ്ടത്. ട്രൂസെൻസിന്റെ സപ്പോർട്ട് എങ്ങനെയുണ്ടായിരുന്നു? 100% ഓക്കെയാണ്. ഏത് സമയം എപ്പോഴും റിപ്ലൈ നമുക്ക് കിട്ടുന്നുണ്ട്, അതാണ് നമുക്ക് വേണ്ടത്. പിന്നെ ഫാൾട്ട് ഉണ്ടെങ്കിൽ അത്ര റിപ്ലൈ നമുക്ക് കിട്ടുവാണെങ്കിൽ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും. ഞാൻ രാവിലെ ഒരു മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ വൈകിട്ട് തന്നാൽ പിന്നെ ആ ഒരു ദിവസം ഞാൻ റിപ്ലൈക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. പിന്നത്തെ മാർക്കറ്റ് നോക്കത്തുമില്ല. നമുക്ക് ലൈവ് മാർക്കറ്റിലെ ഡൗട്ട്സ് ഇപ്പം ചില ആള് ചോദിക്കാറുണ്ട്, കുരുത്തക്കേട് ചോദ്യം. നമുക്ക് ഇപ്പൊ സെല്ല് എടുക്കാൻ പറ്റുമോ? ഞാൻ ഈ വരച്ചതിൽ ഇപ്പൊ എനിക്ക് ആ കുരുത്തക്കേട് ചോദ്യം ഒഴികെ ബാക്കി എല്ലാത്തിനും നമ്മള് ആ പരിപാടി അത് നമ്മളെ കൺട്രോൾ ചെയ്യുന്നത്. സെല്ല് എടുക്കണോ നമ്മളെ കൺട്രോൾ ചെയ്യുന്നത്. തീർച്ചയായും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, അത്രേ ഉള്ളൂ. നിങ്ങൾ ചാർട്ടിൽ മാർക്ക് ചെയ്യുക, കൃത്യമായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ഡൗട്ട് വേണേലും ക്ലിയർ ചെയ്ത് തരാം. നമുക്ക് ഒരു മടിയോ കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നും. പിന്നെ എങ്ങനെ തോന്നുന്നുണ്ട് നമുക്ക് ഈ ഒരു കോഴ്സ് ഒരു വാല്യൂ ഫോർ മണി ആണോ? എന്താണ് ചേട്ടന്റെ അഭിപ്രായത്തില്? തീർച്ചയായും സാറേ, ഇത് വാല്യൂ ഫോർ മണി തന്നെയാണ്. കാരണം പറഞ്ഞാല് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്ത് നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ വാല്യൂ ഫോർ മണിയാണ്. മനസ്സിലായില്ലേ? അതായത് നമ്മളിപ്പോ സാറ് പോലെ $10,000 നമ്മൾ ഇതിനകത്ത് $10,000 നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ ഈ മുടക്കിയ പൈസ വിത്തിൻ 1 hour നമുക്ക് റിട്ടേൺസ് കിട്ടും. മനസ്സിലായില്ലേ? കാരണം മണി വാല്യൂ ആണ് നമുക്ക്. അപ്പൊ നമ്മള് മണി ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ ഈ കോഴ്സ് കൂടെ കിട്ടിക്കഴിഞ്ഞാൽ അത് നമുക്ക് 100% വിശ്വസിക്കാം. ഇന്ന ടാർഗറ്റ് ഇന്നതാണ്, നമ്മൾ വെയിറ്റ് ചെയ്താൽ നമ്മൾ മുടക്കുന്നതിന്റെ 4 ഇരട്ടി പൈസ നമുക്കത് ഉണ്ടാക്കാം. തീർച്ചയായും. അത് നമുക്ക് ചെറിയ സമയം കൊണ്ട് തന്നെ ഉണ്ടാക്കുകയും ചെയ്യാം. റെസ്റ്റ് ഓഫ് ദ ലൈഫ് ടൈം നമ്മൾ ഉണ്ടാക്കുന്ന മുഴുവൻ അവനവന്റെ പോക്കറ്റിലുമാണ്. അതെ. പിന്നെ എങ്ങനെ ഉണ്ടായിരുന്നു? പിന്നെ അതുപോലെ തന്നെ ട്രൂസെൻസിന് ചൂസ് ചെയ്യാൻ വേണ്ടിട്ട് എന്തായിരുന്നു കാരണം? ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി ഒരു ക്യൂരിയോസിറ്റിക്ക് ചോദിക്കുന്നതാണ്. കാരണം ഫേസ്ബുക്കിൽ ആഡ് കണ്ടായിരുന്നു. ഫേസ്ബുക്കിൽ ആഡ് കണ്ട് അതിന്റെ സ്ട്രാറ്റജിയും കാര്യങ്ങളും. കാരണം നമ്മൾ ഒരാൾ വന്ന് പറയുമ്പോൾ ഞാൻ എന്റെ കാഴ്ചപ്പാട് പറയാം. ഞാൻ 10-40 സ്റ്റാഫിന്റെ മാനേജറാണ്. ഞാൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാം. ഓരോരുത്തരുടെ വ്യക്തിയുടെ സംസാരം നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. കള്ളത്തരാണോ ജെന്യൂൻ ആണോ എന്നൊക്കെ പെട്ടെന്ന് മനസ്സിലാവും. അപ്പൊ അത് നിങ്ങൾ ചെയ്യുന്ന ഓരോ വീഡിയോയിലും ഞാനത് ഫോളോ അപ്പ് ചെയ്തായിരുന്നു. കുറേ വീഡിയോ ഫോളോ അപ്പ് ചെയ്യുമ്പം അപ്പൊ അവരൊരു ആത്മാർത്ഥം മനസ്സിൽ നിന്ന് വരുന്ന ഒരു റിപ്ലൈ ആണ് ആ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. നമ്മൾ പല വീഡിയോ കാണുമ്പോൾ അറിയാം നമുക്ക്, അതായത് നമ്മളെ കൊണ്ട് കുഴി ചാടിക്കുന്ന വീഡിയോസ് ഉണ്ട്. ഞാൻ ഫ്ലൈറ്റ് വാങ്ങി കപ്പൽ വാങ്ങി പരിപാടിയൊന്നുമല്ല. ഒരു വ്യക്തിയുടെ മനസ്സിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകളും നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യും. അങ്ങനെ ഞാനത് കുറെ വാച്ച് ചെയ്ത് എന്നിട്ടാണ് ഞാൻ ഇതിനകത്ത് ചേർന്നത്. അപ്പൊ ഞാൻ ഇത് ആഡ് വന്നപ്പോഴേ ഞാൻ കോൺടാക്ട് ചെയ്താണ്. പിന്നെ അന്ന് സാമ്പത്തികമായി നമുക്ക് ചെറിയ ബുദ്ധിമുട്ടാണ് ഞാനത് ഇങ്ങനെ വന്നത്. ലാസ്റ്റ് ഇപ്പൊ ഈ സമയത്താണ് നമ്മളത് ചെയ്തത്. കുഴപ്പമില്ല, 100% ഓക്കെയാണ്. നമ്മളത് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. നമ്മളെ പ്രോഫിറ്റ് കിട്ടിയാലും അത് നിങ്ങൾക്ക് കൂടെ ഒരു പോസിറ്റീവ് എനർജി ആയിരിക്കും. കാരണം നമ്മൾ 10 പറയുമ്പോൾ അവരും നിങ്ങളെ കോൺടാക്ട് ചെയ്യും. അതാണ് നമ്മൾ തീർച്ചയായും. അതുപോലെ തന്നെ പുതിയതായിട്ട് വരുന്ന ഇപ്പൊ ഒരുപാട് ആൾക്കാർ ഇപ്പൊ ഫോറക്സ് ഇപ്പം
ഒരു ട്രെൻഡായി മാറിക്കൊണ്ട് ഇപ്പൊ നാട്ടിലൊക്കെ ഇപ്പൊ അറിഞ്ഞറിഞ്ഞ് വരുന്ന അത്ര ആൾക്കാർ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ ഇപ്പം ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ കുഴി ചാടിക്കാൻ നിൽക്കുന്നുണ്ട്. എന്തുകൊണ്ട് അവര് ട്രൂസെൻസിനെ ചൂസ് ചെയ്യണം, അല്ലെങ്കിൽ ചേട്ടൻ എന്തുകൊണ്ട് ട്രൂസെൻസിനെ സജസ്റ്റ് ചെയ്യുന്നുണ്ട്? വിശ്വാസം, അതാണ് നമ്മൾ ജെനുവാലിറ്റി ആണ് നമുക്ക് വേണ്ടത്, അതാണ് നമുക്ക് വേണ്ടത്. ഞാൻ തന്നെ ഒരാളെ കൊണ്ട് ഇതുകൊണ്ട് ചേർത്ത് കഴിഞ്ഞാൽ നാളെ അദ്ദേഹം എന്റെ മുഖത്ത് നോക്കി നെഗറ്റീവ് പറയാൻ പാടില്ല, മനസ്സിലായി? അതാണ്. അപ്പൊ ഞാൻ ഒത്തിരി ഈ കോണ്ടാക്ട് എല്ലാം ഒത്തിരി എന്റെ ഗൾഫ് സുഹൃത്തുക്കൾക്ക് കൊടുത്തിട്ടുണ്ട്. അവർ അവിടുത്തെ ടൈമാണ് നോക്കുന്നത്, അവരത് പഠിക്കാൻ വേണ്ടി ഇങ്ങനെ നോക്കുന്നുണ്ട്. ഒത്തിരി നമ്പർ ഫോർവേഡ് ചെയ്തിട്ടുണ്ട് ഞാന്. പിന്നെ നിങ്ങൾക്കുള്ള വീഡിയോ ക്ലാസ് ആദ്യം നമുക്ക് അയച്ചെന്ന വീഡിയോ ഉണ്ടായിരുന്നല്ലോ, ആ വീഡിയോ ഞാനൊരു ഫോണിൽ റെക്കോർഡ് ചെയ്ത് നമ്മൾ സുഹൃത്തിന് അയച്ചു കൊടുത്തായിരുന്നു. കാരണം അവർക്ക് മനസ്സിലാവില്ല എന്നത്, അപ്പൊ അവർക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞു ബാക്കിയെല്ലാം ലൈവാണ്, നിങ്ങൾ കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ 2 നമ്പറോട് കൊടുത്തിട്ടുണ്ട്. കാരണം ഒരുപക്ഷെ നിങ്ങളെ കോൺടാക്ട് ചെയ്യും, അതല്ലെങ്കിൽ അതിന് വേണ്ട രീതിയിൽ നമ്മൾ ചെയ്തു തരാം, അത് പേടിക്കാൻ വേണ്ടി. താങ്ക് യു സോ മച്ച്. കാരണം നമ്മളെ അധികം ഇപ്പൊ ചില ആൾക്കാരെ വിളിച്ചാൽ പറയാറുണ്ട് എനിക്കും എന്റെ സുഹൃത്തുക്കൾക്കും വേണ്ടിയിട്ടാണ്. ഞാൻ പറയും ആദ്യം നിങ്ങൾ ചെയ്യും, എന്നിട്ട് നിങ്ങൾക്ക് റിസൾട്ട് ആകുന്നുണ്ട് എന്ന് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഉള്ളിലൊരു ബോധ്യമാണ്. മാത്രമല്ല ചില ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ടാവും, ഞാൻ പറഞ്ഞു കൊടുത്ത എന്റെ പേര് ചീത്തയാവോ എന്നുള്ളത്. സോ അത് നിങ്ങൾക്കൊരു വിശ്വാസം വന്നിട്ടുണ്ടെങ്കിൽ മാത്രം അടുത്ത ആളെ സജസ്റ്റ് ചെയ്താൽ മതി. കാരണം അത് നമ്മുടെ കോൺഫിഡൻസ് ആണ്. നമ്മുടെ സ്ട്രാറ്റജിയിൽ നമുക്ക് 100% കോൺഫിഡൻസ് ഉണ്ട്. അപ്പോ എന്നിരുന്നാലും നമുക്ക് വേണ്ടിയിട്ട് ഈ ഒരു ട്രസ്റ്റ് തന്നതിനും പിന്നെ നമുക്കിത് പ്രൂവ് ചെയ്യാൻ ഒരു ചാൻസ് തന്നതിനും ഒരുപാട് താങ്ക്സ്. എന്തായാലും ഈ ഒരു തിരക്കിന്റെ ഇടയിലും ഈ ഒരു ടൈം മാറ്റി വെച്ചതിന് താങ്ക് യു. അപ്പൊ പിന്നെ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുക, നല്ലൊരു പ്രോഫിറ്റ് കാര്യങ്ങൾ ഉണ്ടാകട്ടെ. എടുക്കുന്ന പ്രോഫിറ്റ് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ നമ്മുടെ അടുത്തൊന്ന് ഷെയർ ചെയ്യുക, നമുക്കും കൂടി ഹാപ്പിയാണ്. കാരണം നമ്മൾ പറഞ്ഞു കൊടുത്ത ഒരു അറിവ് മറ്റൊരാൾക്ക് ഉപകാരപ്പെടുന്ന കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പിയാണ്. സോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മളുണ്ട് കൂടെ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്, ഹാവ് എ ഗുഡ് ഡേ. ശരി.